ദിവസം ക്യൂ വലയം തീർത്തിരിക്കുന്നത് ഈ നാട്ടുവഴിയിലെ ഈ പ്രദേശത്തെ ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല കേട്ടോ. അത്യുത്തര കേരളത്തിന്റെ കാസർഗോട്ട് മുതൽ അനന്തപുരി വരെ പരന്നുകിടക്കുന്ന 1200ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ, മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഇന്നത്തെ സായന്തനത്തിൽ രാജ്യം ഭരിക്കുന്ന നരേന്ദ്ര ദാമോദർ മോഡിയോട് ഞങ്ങൾക്ക് ചിലത് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരുവിൽ മുഷ്ടി ചുരുട്ടിയ മുദ്രാവാക്യങ്ങളുടെ കരുത്തുമായി അവർ ചോദിച്ച ചോദ്യങ്ങളുടെ അനുബന്ധമാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ മുന്നോടിയായി നടന്ന പ്രതിഷേധത്തിന്റെ ക്യൂവലയം. നിശബ്ദമാകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് പ്രതിഷേധത്തിന്റെ ക്യൂവലയം. മുസ്ലിം ലീഗ് രാഷ്ട്രീയം ആത്മസംയമനത്തിന്റെ സോഫ്റ്റ് പൊളിറ്റിക്സ് ആണ് എന്ന് പറയുന്നവരെ, ആരോപിക്കുന്നവരെ രാജ്യത്തിന്റെ തെരുവോരത്ത് ഞങ്ങൾ അത്ര പ്രബലമായ ഒരു പാർട്ടിയല്ല. കേരളത്തിൽ ശക്തിയുള്ള പാർട്ടി, മലബാറിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും ഗ്രാമവഴികളിലും അടയാളപ്പെട്ട് കിടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. പക്ഷേ ഉള്ള വിഭവങ്ങൾ വെച്ച്, കയ്യിൽ ഉള്ള മനുഷ്യ വിഭവശേഷിയെ വെച്ച് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നവരാണ്. ഇന്നിവിടെ കെട്ട മുദ്രാവാക്യം അതിന്റെ ഭാഗമാണ്. നരേന്ദ്രമോദിയുടെ അടുക്കള സൽക്കാരത്തിന് വേണ്ടി സൂഫി വേഷങ്ങളിൽ സഞ്ചരിക്കുകയും യാത്ര ചെയ്യുകയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഡൈനിങ് ഹാളുകളിൽ അവരുടെ ചായ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്ന സൂഫി കോലങ്ങളെ നിങ്ങൾ കാണണേ. മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധത്തിന്റെ ക്യൂവലയങ്ങളെ. മിസ്റ്റർ മോഡി, ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ ചോദ്യങ്ങൾ തെരുവിൽ നിന്ന് ചോദിക്കുകയാണ്. കോൺഗ്രസിൽ ഭരിക്കുന്ന കാലത്ത്, ലീഗ് കേരളം ഭരിക്കുന്ന കാലത്ത് നല്ല സുഖമാണ് ഫ്രീഡം പരേഡ് നടത്താൻ, NDF-കാരന് ക്യാമ്പയിൻ നടത്താൻ, ഈ തെരുവുകളിൽ പോസ്റ്റർ ഒട്ടിക്കാൻ നല്ല സുഖമാണ്. പ്രിയപ്പെട്ട NDF-കാര, ഭിത്തിയിലൊന്നും ഞങ്ങൾ നിങ്ങളുടെ പോസ്റ്ററുകൾ കാണുന്നില്ല. സാക്ഷാൽ മോഡി ഭരിക്കുന്ന കാലം, അമിത്ഷാ അടക്കി പാടുന്ന കാലം, ചോട്ടാ മോഡി എന്ന് പറയുന്ന പിണറായി വിജയൻ കേരളം ഭരിക്കുന്ന ഒരു കാലം, UAPAയുടെ ചങ്ങലയിൽ ബന്ധിച്ച് നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരെ രാജ്യത്തിന്റെ കാരാഗ്രഹങ്ങളിൽ അടക്കാൻ കൊണ്ടുപോകുമ്പോ കാക്കിയുടുപ്പെട്ട പോലീസുകാരന്റെ കൈത്തലത്തിൽ RSS-കാരന്റെ രക്ഷാബന്ധൻ കാണുമ്പോ പത്രക്കാരനോട് ഞാൻ RSS-കാരനാണ് എന്ന് കാക്കിയുടുപ്പെട്ട പോലീസുകാരൻ RSS-ന്റെ കാക്കി ട്രൗസറുകാരനെ പോലെ സംസാരിക്കുന്ന ഒരു കാലത്ത് കേന്ദ്രം ഭരിക്കുന്ന ബെട്ടാമോഡിയോട്, കേരളം ഭരിക്കുന്ന ചോട്ടാമോഡിയോട് അനുസരിക്കാൻ മനസ്സില്ലടാ, ഈ തെരുവിൽ സമരവുമായി ഞങ്ങളുണ്ട് എന്ന് പറയാൻ കേരളത്തിന്റെ മണ്ണിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി യാ സയ്യിദ് പാണക്കാട് എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യുവജന സംഘടന മുസ്ലിം യൂത്ത് ലീഗാണ് എന്ന് ഞങ്ങൾ പറയും. ഞങ്ങൾ ഉറങ്ങുകയല്ല. ബൈത്തുർ റഹ്മയുടെ താക്കോൽ ദാനം നടക്കട്ടെ. ബൈത്തുർ റഹ്മയുടെ ശിലാസ്ഥാപനം നടക്കുന്നുണ്ട്. ബൈത്തുർ റഹ്മയുടെ മേലാപ്പിന്റെ കോൺക്രീറ്റ് പണി നടക്കുന്നുണ്ട്. CH സെന്ററിലെ പാവങ്ങളായ രോഗികൾക്ക് ആശ്വാസം കൊടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആലംബഹീനർക്ക് അവർക്ക് ഗുളിക കൊടുക്കാൻ, അവർക്ക് മരുന്ന് കൊടുക്കാൻ ഓരോ ഗ്രാമത്തിലും ലീഗ് പ്രവർത്തകൻ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ പാവങ്ങളായ പാടത്തെ ചേറും ചെളിയുമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം രാജ്യത്തിലെ ATM ബാങ്കുകൾ നിക്ഷേപിച്ച് താൻ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിന് വേണ്ടി ദേശസാൽകൃത ബാങ്കുകൾക്ക് മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു രാജ്യത്തിലെ ജനങ്ങളെ കട്ടപ്പെടുമ്പോ ആ കട്ടപ്പെടുന്ന ജനങ്ങളുടെ ആത്മരോഷത്തിന്റെ വിയർപ്പ് കണങ്ങൾ തുടച്ചെടുത്ത് ഈ തെരുവുകളിൽ സമരത്തിന്റെ നവമാധ്യമങ്ങൾ, നവരൂപങ്ങളെ സൃഷ്ടിച്ച് ഈ തെരുവുകളിൽ വിയോജിപ്പിന്റെ മുദ്രാവാക്യങ്ങൾ മുഴക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുണ്ട്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്താണ് രാഷ്ട്രീയം? രാജ്യത്തിലെ ജനങ്ങളുടെ, പാവങ്ങളുടെ ആലംബം നഷ്ടപ്പെടുന്നവരുടെ കൈപ്പിടിക്കുന്നതാണോ രാഷ്ട്രീയം? എങ്കിൽ ബൈത്തുർ റഹ്മയുടെ രാഷ്ട്രീയം പറയാൻ, CH സെന്ററിന്റെ രാഷ്ട്രീയം പറയാൻ, റിലീഫ് സെന്ററുകളുടെ രാഷ്ട്രീയം പറയാൻ, ശിഹാബ് തങ്ങൾ ചാരിറ്റി സെന്ററിന്റെ രാഷ്ട്രീയം പറയാൻ മുസ്ലിം ലീഗ് പാർട്ടിയുണ്ട്. രാഷ്ട്രീയം എന്താണ്? ബി വോയിസ് ഫോർ വോയിസ്ലെസ്. ശബ്ദം നിഷേധിക്കപ്പെട്ടവന്റെ ശബ്ദമാണോ രാഷ്ട്രീയം? കിനാവുകൾ നിഷേധിക്കപ്പെട്ടവന്റെ കിനാവുകളാണോ രാഷ്ട്രീയം? പ്രതിഷേധത്തിന്റെ പൊട്ടിത്തെറികളാണോ രാഷ്ട്രീയം? എങ്കിൽ രാജ്യത്തിലെ നരേന്ദ്രമോദിയോടും അമിത്ഷായുടെ സംഘപരിവാറിനോടും നിരന്തരമായി കലഹിക്കാൻ, പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ ഈ തെരുവിൽ മുസ്ലിം ലീഗ് പാർട്ടിയുണ്ട്. യൂത്ത് ലീഗ് മാത്രമല്ല. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് അറബിക്കടലിന്റെ അലമാലകളെ, സാഗരത്തിന്റെ തീരത്ത് മനുഷ്യസാഗരം തീർത്തുകൊണ്ട് ഭീകരവേട്ടയെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നടത്തിയ മഹാസമ്മേളനം കോഴിക്കോട് നഗരസാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഈ പ്രദേശത്തെ നല്ല മനുഷ്യരെ, ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ലീഗുകാരോടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. അകലങ്ങളിൽ നിന്ന് ഞങ്ങളെ ശബ്ദം ശ്രവിക്കുന്നവരെ, ഞങ്ങളെ കേൾക്കുന്നവരെ, ഞങ്ങളെ കാണുന്നവരെ, ഞങ്ങളെ വീക്ഷിക്കുന്നവരെ, നിങ്ങൾ ഞങ്ങൾക്കൊന്ന് ഹൃദയം തുറന്ന് മനസ്സ് പറയുമോ? ആരാണ് ഈ തെരുവിലുള്ളത്? MM അക്ബറിനെ പിടിച്ചുകൊണ്ടുപോകുമെന്ന് പറയുന്നു. പീസ് സ്കൂളിനെ റൈഡ് ചെയ്യുന്നു. ഈ രാജ്യത്തിലെ മതസംഘടനകളുടെ ആഫീസുകളിലേക്ക് പോലീസുകാരന്റെ തിരക്കഥ നടക്കുകയാണ്. അവന്റെ ഗൂഢാലോചന നടക്കുകയാണ്. രാജ്യത്ത് സമാധാനത്തോടെ സംവാദത്തിന്റെ മതം പറയുന്നവരെ ചങ്ങലക്കിടാൻ രാജ്യത്തിലെ പോലീസുകാരൻ തിരക്കഥയുണ്ടാക്കുമ്പോ MM അക്ബറിനെ പോലുള്ള പ്രബോധകരുടെ മുമ്പിൽ കാവൽ പണി ഏറ്റെടുക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുണ്ടാകും, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ടാകും ഈ തെരുവിലെന്ന് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. നമ്മുടെ വീട്ടിന്റെ, എന്റെ പ്രിയപ്പെട്ട ശബ്ദം
ശ്രമിക്കുന്ന രക്ഷിതാക്കളെ, നിങ്ങളുടെ മകളുടെ നിക്കാഹ് നടക്കുന്ന വേദിയിലേക്ക് ഏക സിവിൽ കോഡിന്റെ വാറന്റുമായി RSSകാരൻ വരികയാണ്. നിങ്ങളുടെ കല്യാണ പന്തലിലെ ഭക്ഷണ പന്തലിലേക്ക് അവരുടെ ഭക്ഷണ പന്തലിന്റെ മേലാപ്പ് തുറന്നു നോക്കി നിങ്ങളുണ്ടാക്കിയ ബീഫ് ഇറച്ചി പരിശോധിക്കാൻ ഈ രാജ്യത്തിന് RSS. ഇത് സ്വന്തം ഭരണത്തിന്റെ തോന്നിവാസങ്ങളെ മറച്ചു വെക്കാനുള്ള, അസത്യത്തെയും അർദ്ധസത്യത്തെയും മണ്ണിട്ട് മൂടാനുള്ള അബദ്ധത്തിന്റെ മനുഷ്യച്ചങ്ങലയുടെ പ്രസംഗമല്ലോ കേട്ടോ ഇത്. ഈ തെരുവുകളിൽ മനുഷ്യച്ചങ്ങലകൾ നടത്തുന്നവർ സ്വന്തം നേതാവിന്റെ തോന്നിവാസം. നാട്ടുകാർ മോഡിയോട് പണം എവിടെ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ ഈ തെരുവിൽ ചോദിക്കുന്നത് നോട്ടെവിടെയാണ് എന്നാണ്. രാജ്യം ഭരിക്കുന്ന ബഡാമോഡിയോട് നോട്ടെവിടെ എന്ന് ചോദിക്കുമ്പോ സംസ്ഥാനം ഭരിക്കുന്ന മുണ്ടുടുത്ത ചോട്ടാമോഡിയോട് ഞങ്ങൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. റേഷൻ എവിടെ, പെൻഷൻ എവിടെ എന്ന ചോദ്യമാണ്. ഇന്ന് മുദ്രാവാക്യം വിളിച്ച മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഈ പൊതുയോഗം കഴിഞ്ഞ് മൈക്കടിച്ചു വെച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നില്ല. അടുത്ത ദിവസം 18-ാം തീയതി കേരളത്തിന്റെ 14 കളക്ടറേറ്റുകളിലേക്ക് യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ മുഷ്ടി ചുരുട്ടി കടന്നുപോകും. ഇന്ന് ചോദ്യം ചെയ്തത് കേന്ദ്രം ഭരിക്കുന്ന മുണ്ടുടുക്കാത്ത മോഡിയെയാണെങ്കിൽ 18-ാം തീയതിയിലെ പ്രഭാതം കേരളം മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന്, സമര പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കേരളം ഭരിക്കുന്ന ഇരട്ട ചങ്കനായ പിണറായി വിജയനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ് യൂത്ത് ലീഗ് പോകുന്നത്. ഇതൊന്നും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് തല്ല് കിട്ടിയതിന്റെ പ്രതിഷേധ സമരങ്ങളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാവൽ നിൽക്കുമ്പോ ഗാലറിയിൽ നിന്ന് കമന്റ് അടിക്കുകയല്ല, ഈ സംഘത്തിന്റെ കൂടെ ചേരുക, ഈ ശബ്ദത്തിന് കനം കൂട്ടുക, ഈ പതാകയുടെ പിന്നിൽ അണിനിരക്കുക. അങ്ങനെ പണിനിരക്കാൻ പ്രതിജ്ഞയെടുത്ത പ്രവർത്തകർ. ഞാനിതിങ്ങനെ പ്രസംഗിക്കുമ്പോ ഇവിടെ സംസാരിച്ച എന്റെ പ്രിയപ്പെട്ട അധ്യക്ഷനും ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട അസീസ് അടക്കമുള്ള യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ, മണ്ഡലം യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട റഷീദ് അടക്കമുള്ള നിയോജക മണ്ഡലത്തിലെ ജില്ലാ യൂത്ത് ലീഗിന്റെ ഉപാധ്യക്ഷനായ പ്രിയപ്പെട്ട ഷെറീഫ് കുറ്റൂർ അടക്കമുള്ള നേതാക്കളുണ്ട്. ഇവിടെ എന്നോടടക്കം പറയുന്ന ഒരു കാര്യം, ഈ പ്രദേശത്ത്, ഈ അങ്ങാടിയിൽ ഒരുപാട് കാലം മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തോട് വിയോജിച്ചു നിന്ന് ലീഗ് പാർട്ടിയുടെ കൂടെ നിൽക്കാത്ത ഒരുപാട് പ്രവർത്തകർ ഈ പാർട്ടിയിലേക്ക് വരികയാണ്. ഇന്നത്തെ ഈ സമ്മേളനവേദി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹരിത വസന്തത്തിലേക്ക് കടന്നു വരുന്ന പ്രവർത്തകർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ചടങ്ങ് കൂടിയാണ് ഈ സമ്മേളനത്തിൽ നടക്കുന്നത്. ഈ നാടിനെ മുഴുവൻ ക്ഷണിക്കുകയാണ്, ഈ നാട്ടുകാരെ മുഴുവൻ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമുക്കൊന്നിച്ചു മുന്നോട്ട് പോകാൻ, നിശബ്ദമാകാൻ ഞങ്ങളില്ല കേട്ടോ, കണ്ടു നിൽക്കാൻ ഞങ്ങളില്ല കേട്ടോ. ഫ്രീഡം പരേഡിന്റെ അപശബ്ദങ്ങൾ മുഴക്കിയവനൊക്കെ കൂർക്കം വലിച്ച് കടന്നുറങ്ങുമ്പോ ഞങ്ങൾ ഈ തെരുവിലുണ്ട് കേട്ടോ. ഞങ്ങളുടേത് ഷോ പരേഡല്ല, ഞങ്ങളുടേത് ഷോ പരേഡല്ല, ഞങ്ങളുടേത് ആളെ ബോധിപ്പിക്കാനുള്ള സമരങ്ങളല്ല. എല്ലാ വെളിച്ചങ്ങളും അണഞ്ഞു പോവുകയാണ്, എല്ലാ വെളിച്ചങ്ങളും നിശബ്ദമാവുകയാണ്, ഇരുട്ട് പരക്കുകയാണ്. ഘനാന്ധകാരം തളം കെട്ടി നിൽക്കുന്ന ഈ കാലത്ത് വിമോചനത്തിന്റെ വെളിച്ചമാകാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് കഴിയുമോ? എങ്കിൽ മുസ്ലിം യൂത്ത് ലീഗ് നിങ്ങളെ വിളിക്കുകയാണ്. ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ പാർട്ടിയാണ് ഞങ്ങൾ, ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ പാർട്ടി. ഇവിടെ പ്രിയപ്പെട്ട PK ബഷീർ ഇരിക്കുന്നത്, അദ്ദേഹം വന്നിറങ്ങുന്ന വാഹനത്തിന്റെ അടയാളം മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്. കേരളത്തിന്റെ നിയമസഭയുടെ പ്രാതിനിധ്യത്തിന്റെ അലങ്കാരത്തോടെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബഷീർ സാഹിബ് ഈ വേദിയിരിക്കുന്നത്. അങ്ങനെ ബോർഡ് വെച്ച വണ്ടിയിൽ ഒരു ലീഗുകാരനെ കാണാൻ കിനാവ് കാണാൻ പറ്റാത്ത ഒരു കാലമുണ്ട്.